ആ. ഹായ് മൈ ഡിയേഴ്സ്, ഞാൻ നിങ്ങളോടൊരു യുദ്ധത്തെക്കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ കാലഘട്ടത്തിൽ യുദ്ധങ്ങളൊന്നും നടക്കുന്നില്ലല്ലോ, പിന്നെ എന്തിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് എന്നല്ലേ. നമ്മൾ ഓരോ ദിവസവും ഓരോ സാഹചര്യത്തിലും ഓരോ വ്യക്തികളോട് നമ്മൾ ഇടപഴകുമ്പോൾ മനസ്സുകൊണ്ട് ഒരു യുദ്ധം തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ പലപ്പോഴും യുദ്ധം എന്ന് പറയുമ്പോൾ പലരും വെട്ടിപ്പിടിക്കാനുള്ള ആശയത്തിന് പുറകിൽ, വെട്ടിപ്പിടിക്കാനുള്ള ഉദ്ദേശത്തിന് വേണ്ടി നമ്മൾ യുദ്ധം ചെയ്യും. അപ്പോൾ തോറ്റു കൊടുക്കുന്നവർക്ക് എന്താണോ അവരുടെ കയ്യിലുള്ളത് അത് ജയിച്ച വ്യക്തിക്ക് സ്വന്തമാക്കാം. ഓക്കെ, അങ്ങനെയാണ് പല യുദ്ധങ്ങളും നമ്മൾ കേട്ടിട്ടുള്ളതും കണ്ടിട്ടുള്ളതും, പല ക്രൂരമായ വേദനകളോട് കൂടിയിട്ട് നമ്മൾ ചരിത്രങ്ങളൊക്കെ വായിച്ചിട്ടുള്ളത്. പക്ഷെ അതൊക്കെ അവിടെ നിൽക്കട്ടെ. എനിക്ക് പറയാനുള്ള മറ്റൊരു യുദ്ധത്തെക്കുറിച്ചാണ്. നിസ്സഹായ അവസ്ഥ കൊണ്ട് നിലനിൽപ്പിന് വേണ്ടി യുദ്ധം ചെയ്യുന്നവരുണ്ട്. അത് ഒരു അമ്മയാകാം, ഒരു അച്ഛനാകാം, ഒരു കുട്ടിയാകാം. ഇവൻ എല്ലാ വ്യക്തികളും നിസ്സഹായ അവസ്ഥ കൊണ്ട് നിലനിൽപ്പിന് വേണ്ടി യുദ്ധം ചെയ്യുന്നതാണ്. ജോലി, വീട്, കുടുംബം, അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് കൊണ്ടുപോകാൻ എല്ലായ്പ്പോഴും നമ്മൾ പല രീതിയിലുള്ള സ്ട്രഗിളിലൂടെ കടന്നു പോവുകയാണ്. ഇവിടെ വിജയിക്കാനല്ല, നമ്മൾ തോറ്റുപോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നമ്മൾ കൂടുതലായിട്ട് പരിശ്രമിക്കുന്നത്. പലപ്പോഴും പിന്നെ പല കാര്യങ്ങളിലും നമുക്ക് സംഭവിക്കുന്നത്, നമുക്ക് വിജയിക്കാൻ അറിയാം, നമ്മൾ ഇറങ്ങി തിരിച്ചാൽ വിജയിക്കുമെന്ന് നമുക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്, അതിനുള്ള എല്ലാ ഫെസിലിറ്റികളും ഉണ്ട്. പക്ഷേ അതറിയാമെന്നിട്ടും എല്ലാ കഴിവുകളും ഉണ്ടായിട്ട് നമ്മൾ ചില വിട്ടുകൊടുക്കും. ചില യുദ്ധങ്ങളിൽ നമ്മൾ സ്വയം തോൽവി ഏറ്റിടും. അതെന്തിനു വേണ്ടിയിട്ടാണ്? സമാധാനത്തിന് വേണ്ടിയിട്ടാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും സമാധാനത്തിന് വേണ്ടി, സന്തോഷത്തിന് വേണ്ടി പല കാര്യങ്ങളിലും വിട്ടുവീഴ്ച ചെയ്തിട്ടില്ലേ? നമുക്കതിൽ വിജയിക്കാൻ അറിയാഞ്ഞിട്ടല്ല, നമ്മളുടെ ഭാഗത്ത് ശരിയുണ്ടെന്ന് അറിയാഞ്ഞിട്ടല്ല. എതിർഭാഗത്തുള്ള വ്യക്തിയുടെ കയ്യിൽ പ്രയാസമുണ്ടായാൽ പോലും ഇനിയുള്ള ജീവിതത്തിലോട്ട് ഒരു പ്രയാസം ഉണ്ടാവാതെ മുന്നോട്ട് പോകാൻ വേണ്ടി പലപ്പോഴും നമ്മൾ മൗനത്തോടു കൂടി യുദ്ധത്തിൽ പരാജയപ്പെട്ടിട്ട് അതിൻ്റെ ബ്യൂട്ടി ആസ്വദിച്ചിട്ടില്ലേ? തൻ്റെ കൂടെയുള്ള വ്യക്തി വിജയിക്കുന്നത് കണ്ടിട്ട് ആ വിജയത്തിൽ ഒരു പാർട്ടായി നിന്നുകൊണ്ട് നമ്മൾ ആ യുദ്ധത്തിൽ, ആ ഒരു സ്പേസിൽ സ്വയം തോറ്റുകൊണ്ട് വിജയിച്ചവരാണ് നിങ്ങളെല്ലാവരും. എല്ലാ തോൽവിയും തോൽവിയല്ല. ചില തോൽവി വളരെയധികം സന്തോഷവും ജീവിതത്തിൽ വിജയവും കൊണ്ടുവരുന്നതാണ്.